ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപർണാസ് ടെയിൽസ്. അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു നോർമൽ ഡേ. എൻ്റെ ഫുൾ ഡേ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. വീട്ടിലിരിക്കുമ്പോഴുള്ള എൻ്റെ കൂടുതലുള്ള പണികളൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ പണികൾ തുടങ്ങുകയാണ്. അപ്പം ഇന്ന് നല്ല കാറ്റും അത്യാവശ്യം വെയിലും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. കുറേ നാളത്തെ മഴയ്ക്ക് ശേഷം ഇന്നാണ് ഒന്ന് വെയിൽ കണ്ടിരിക്കുന്നത്. സൂര്യൻ ഇന്നാണ് ഒന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തുണിയൊക്കെ വിരിച്ചിട്ട് ഉണക്കേണ്ട പണിയുണ്ട്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇന്ന് അടുക്കള ക്ലീനിങ് എൻ്റെ പണിയല്ലായിരുന്നു. അപ്പോൾ അത് ചെയ്യേണ്ട ആൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് പോയി. ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്കിതിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. സ്പീഡിട്ടിട്ടാണ് ഇങ്ങനെ തോന്നുന്നത്. എൻ്റെ വീട്ടിലെ കുറേ പെറ്റ്സ് ഉണ്ടേ. അപ്പം അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാണ്. കാറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്കറിയത്തില്ല എല്ലാ സ്ഥലത്തും ഇതുപോലെ കാറ്റുണ്ടെന്ന്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്. അങ്ങനെ ഒരു കൊടുങ്കാറ്റിന് ശേഷം ഞാൻ വീട്ടിനുള്ളിൽ വന്ന് തുണിയൊക്കെ മടക്കി വെക്കുവാണ്. പാട്ടൊക്കെ കേട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം എല്ലാവർക്കും അറിയാമെന്ന് അറിയത്തില്ല. ഞാൻ എന്ത് പണി ചെയ്താലും പാട്ട് വെച്ചുകൊണ്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പം പാട്ടൊക്കെ വെച്ച് അങ്ങനെ കമ്പിളികളൊക്കെ പോയി മടക്കി വെക്കുവാണ്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വീടൊക്കെ തൂക്കണമായിരുന്നു. അങ്ങനെ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി. ഞാൻ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിലെ കതക് തുറന്നു പോകുന്നുണ്ട്. അതും കാറ്റാണ് കേട്ടോ. അത്രയ്ക്ക് കാറ്റാണ്. ഈ ഹാളിലെ കതക് തുറന്നാൽ അറിയാം ഞങ്ങളുടെ വീട്ടിനകത്ത് ഭയങ്കര കാറ്റാണ്. അങ്ങനെ വീട് മൊത്തം പറക്കുന്ന പോലെ തോന്നി. അത്രയ്ക്ക് കാറ്റാണ്. അങ്ങനെ കതകൊക്കെ അടച്ചിട്ടെല്ലാം ചെയ്തു. ഉച്ചയ്ക്ക് സാമ്പാറും ചോറുമായിരുന്നേ. അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ചായയും കുടിച്ച് ചിപ്സൊക്കെ കഴിച്ചേ. പിന്നെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കാന്താരി പറിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പോയി അത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു കാപ്പിയും കൂടെ കുടിച്ചു. പിന്നെ റോക്കിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു. റോക്കിയുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് ഇത്. അവൾ ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കേൾപ്പിക്കാവേ. കണ്ടോ, അവൾ ഇങ്ങനെയാണ് ബിസ്ക്കറ്റ് കഴിക്കാറ്. അത് കഴിഞ്ഞ് വിളക്ക് എത്തിച്ചു. പിന്നെ രാത്രി കപ്പയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കയറി കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.